ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അനുസരണം എന്ന പുണ്യത്തിന് എത്രമാത്രം മഹത്വമുണ്ടെന്ന് വിശുദ്ധ ഫൗസ്റ്റിന ഡയറി വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. വിശുദ്ധ ഫൗസ്റ്റിന ജീവിതത്തിലെ സംഭവം പ്രകാരമാണ്. 1937 ഫെബ്രുവരി 7-ാം തീയതി മരണാസ്ത്രന്റെ അടിയിലേക്ക് പോകും തടഞ്ഞുകൊണ്ട് മദർ സുപ്പീരിയറിന്റെ ഒരു കുറിപ്പ് വിശുദ്ധ ഫൗസ്റ്റിനയ്ക്ക് കിട്ടി. അപ്പോൾ വിശുദ്ധ ഫൗസ്റ്റിന പ്രകാരം പറഞ്ഞു, എനിക്ക് പകരം വിശുദ്ധമായ അനുസരണത്തെ ഞാൻ അവരുടെ പക്കലേക്ക് അയക്കും. അവർക്ക് അത് മതി അവരുടെ സഹായത്തിന്. ദൈവത്തിന്റെ ഇഷ്ടം അതാണെങ്കിൽ അത് മാത്രം മതി എനിക്ക്. ഇത് വായിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിലെ സംഭവമാണ് എനിക്ക് ഓർമ്മ വന്നത്. സ്വന്തം ചേട്ടനെ പോലെ കരുതിയ ഒരു ഡീക്കന്റെ പട്ടത്തിന് പോകാനായിട്ട് റെക്ടറേറ്റിനോട് ഞാൻ അനുവാദം ചോദിച്ചപ്പോൾ അനുവാദം കിട്ടാത്ത സമയത്ത് എൻ്റെ മനസ്സിൽ ഒരുപാട് വേദനയും കുറച്ച് മുറിമുറുപ്പൊക്കെ ഉണ്ടായപ്പോൾ വേദന സഹജമായിരുന്നത്. എന്നാൽ ഇത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, അനുസരണത്തിലൂടെ വലിയ മഹത്വവും വലിയ കൃപയും സ്വീകരിക്കാനായിട്ട് ദൈവം തന്ന ഒരു അവസരമായിരുന്നു. അത് നഷ്ടപ്പെടുത്തിനോർത്ത് ഒരു വിങ്ങൽ ഇപ്പോൾ എൻ്റെ ഹൃദയത്തിലുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധ ഫൗസ്റ്റിന ജീവിതത്തിൽ വേറൊരു സംഭവം ഇപ്രകാരമാണ്. ഒരു ദിവസം ഈശോ വിശുദ്ധ ഫൗസ്റ്റിനോട് പറഞ്ഞു, നീ മദറിന്റെ അടുക്കൽ പോയിക്കൊണ്ട് 7 ദിവസത്തേക്ക് രോമകുപ്പായം ഇടുവാനും പള്ളിയിൽ പോയി രാത്രികാലങ്ങളിൽ പ്രാർത്ഥിക്കുവാനും അനുവാദം ചോദിക്കണമെന്ന്. അങ്ങനെ വിശുദ്ധ ഫൗസ്തീന മദറിന്റെ അടുക്കൽ പോയി കാര്യം അവതരിപ്പിച്ചു. 7 ദിവസം രോമകുപ്പായം ഇടാനും അതുപോലെ തന്നെ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാനും. മദർ അവളോട് പറഞ്ഞു, നിനക്ക് ഈ ഒരു അനുവാദം തരുവാനാണ് എനിക്ക് നിർവാഹമില്ല, ഞാൻ തീർത്തും അത് തരില്ല. 7 ദിവസത്തെ രോമകുപ്പായം ഇടാനുള്ള അനുവാദം അത് നിരസിച്ചുകൊണ്ട് അത് കേട്ട് വിശുദ്ധ ഫൗസ്തീന വളരെ വിഷമത്തോടെ നടന്നു നീങ്ങിയപ്പോൾ അടുക്കള വാതിൽക്കൽ ഈശോ പ്രത്യക്ഷപ്പെട്ട് അവിടെ നിൽക്കുകയായിരുന്നു. അപ്പോൾ വിശുദ്ധ ഫൗസ്തീന വളരെ വേദനയോട് പറഞ്ഞു, ഈശോയെ, നീ എന്നോട് കൽപ്പിക്കുന്നു പരിത്യാഗം അനുഷ്ഠിക്കാൻ, എന്നാൽ മദർ അതിന് അനുവാദം തരുന്നുമില്ല. ഈശോ വിശുദ്ധ ഫൗസ്തീനയോട് പറഞ്ഞു, നീ പരിത്യാഗങ്ങൾ എടുക്കുന്നതിനേക്കാളും ഈ അനുസരണം എന്ന വലിയ പുണ്യം വഴി നീ അതിനേക്കാളും വലിയ മഹത്വം എനിക്ക് നൽകിയിരിക്കുന്നു. അനുസരണം എന്ന പുണ്യത്തിന് നാം എടുക്കുന്ന പരിത്യാഗങ്ങളെക്കാൾ വളരെ വിലയും മഹത്വവും ഉണ്ടെന്ന് ഈശോ വിശുദ്ധ ഫൗസ്തീനയിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ്. ഇതുപോലെ അനേകം സംഭവങ്ങൾ വിശുദ്ധ ഫൗസ്തീനയുടെ ജീവിതത്തിലൂടെ ഈശോ അനുസരണം എന്ന പുണ്യത്തിന് വില കൽപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് വിശുദ്ധ ഫൗസ്തീനയിലൂടെ നമുക്ക് വെളിപ്പെട്ട ഈ വലിയ മഹത്വത്തിന്റെ പുണ്യം നമ്മുടെ ജീവിതത്തിൽ അനുഷ്ഠിക്കുന്നവരായി മാറാം. എങ്കിലും എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അനുസരണം വഴി ദൈവം കുരിശിലേറി ഈ ലോകത്തിന് ജീവൻ കൊടുത്തു. ഇതുപോലെ അനുസരണം എന്ന പുണ്യം സ്വന്തമാക്കാനുള്ള അവസരങ്ങൾ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവരായി നമുക്ക് മാറാം. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. വിശുദ്ധ ഫൗസ്തീനയിലൂടെ അനുസരണം എന്ന പുണ്യത്തിന്റെ മഹത്വം ഞങ്ങൾക്ക് മനസ്സിലാക്കി നൽകിയ തമ്പുരാനെ, അനുസരണത്തിലൂടെ അങ്ങയെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അങ്ങയുടെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് അങ്ങയുടെ കരുണയേറിയ വാഗ്ദാനം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറാനായിട്ട് ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. ഈശോയെ, അങ്ങയുടെ വലിയ സ്നേഹം, കൃപ ഞങ്ങളുടെ ജീവിതത്തിൽ ഒഴുക്കി അനുസരിച്ചുകൊണ്ട് അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര.